ഹായ് ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഈത്തപ്പഴ അച്ചാർ എങ്ങനെ ഇടുന്നത് എന്നാണ് നോക്കാൻ പോകുന്നത്. ആദ്യമേ നമ്മൾ ഈത്തപ്പഴം വെള്ളത്തിൽ കുമിരാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. പിന്നെ കുരുവൊക്കെ കളഞ്ഞതിന് ശേഷം പെട്ടെന്ന് വേവാനായിട്ട് കുക്കറിലാണ് അത് ഇടുന്നുണ്ട്. കുറച്ച് വെള്ളവും വീത്തി ഒരു 2-3 വിസിൽ കേൾക്കത്തക്ക നല്ലതുപോലെ വേവിച്ചെടുത്തിട്ടുണ്ട്. കുക്കറിൽ വേവിച്ചെടുത്ത് നല്ലതുപോലെ ഉടഞ്ഞ് കിട്ടാൻ വേണ്ടിയാണ്. നമ്മൾ കൈയിട്ട് അല്ലാതെ ഉടയ്ക്കുമ്പോൾ അങ്ങനെ ഉടയില്ല. ഈ സമയം നമ്മൾ ഈ കുക്കറിൽ വേവണ സമയം നമ്മൾ മുളകും വെളുത്തുള്ളി, ഇഞ്ചിയും കരിയേപ്പില എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്. ബാക്കിയുള്ള അരിഞ്ഞെടുത്തിട്ടുണ്ട്. പുളി നമ്മൾ വെള്ളത്തിൽ കൊമരാൻ വേണ്ടി ഇട്ടിട്ടുണ്ട്. ഈ സമയം കുക്കർ വിസിലൊക്കെ കേട്ട് തുറന്നപ്പോഴുള്ള കാഴ്ചയാണത്. നല്ലതുപോലെ ഉടഞ്ഞിട്ടിട്ടുണ്ട്. പിന്നെ നമ്മൾ എടുത്ത മുളകും ഇഞ്ചിയും വെളുത്തുള്ളി എല്ലാം കൂടി ഇട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക. നല്ല വഴണ്ടതിന് ശേഷമാണ് നമ്മൾ മസാല ഇട്ട് എടുക്കാൻ പോകുന്നത്. നല്ല വഴണ്ട് വന്നിട്ടുണ്ട്, നല്ല നിറമൊക്കെ മാറിയിട്ടുണ്ട്. പിന്നെ അതിലേക്ക് നമ്മൾ മുളകും മഞ്ഞയും കായവും ഉലുവയും എല്ലാം ഇട്ട് നല്ലതുപോലെ കിണ്ടുന്നുണ്ട്, നല്ല ഇളക്കി കൊടുക്കുന്നുണ്ട്. നല്ല ഇളക്കി കൊടുക്കുമ്പോൾ ആ മസാല നല്ലതുപോലെ പിടിക്കും. അതിന് വേണ്ടിയാണ് നമ്മൾ അങ്ങനെ ചെയ്യണത്. നല്ലതുപോലെ ഇളക്കിയെടുക്കുക. അപ്പം നല്ലൊരു മണമൊക്കെ വരും. മുളകിൻ്റെ പച്ച മണമൊക്കെ മാറാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യണത്. ഇതിൻ്റെ കൂടെ നമ്മൾ ഉപ്പും കൂടെ ആവശ്യത്തിന് ഉപ്പിടുന്നുണ്ട്. ഉപ്പിട്ടിട്ട് നന്നായിട്ട് കിണ്ടി ഇളച്ച് മറച്ച് കൊടുക്കുന്നുണ്ട്. നല്ലതുപോലെ ആ മുളകിൻ്റെ പച്ച മണമൊക്കെ മാറാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത്. ഇതിലേക്ക് നമ്മൾ ഉടഞ്ഞ ആ ഈത്തപ്പഴത്തിന് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഈത്തപ്പഴം നല്ലതുപോലെ ഉടഞ്ഞ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതും കൂടെ ചേർത്ത് വേണം ഇനി ഇളക്കാൻ. ഇതിൽ കൂടെ നമ്മൾ പുളിവെള്ളവും നേരത്തെ നമ്മൾ വെച്ചിരുന്ന പുളിയെല്ലാം കൂടെ പിഴിഞ്ഞ് അതിൻ്റെ വെള്ളവും കൂടെ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്ത് കൊടുക്കണം. അതിനെ നല്ലതുപോലെ ഇളക്കി കൊടുക്കണം. ഇപ്പം നല്ല കട്ടിയായിട്ടാണ് ഇരിക്കുന്നത്. കുക്കറിൽ നല്ല വേവിച്ച് നല്ല കട്ടി പരുവത്തിലാണെങ്കിൽ അതിനെ ഉടച്ച് നല്ലതുപോലെ അതിൽ കൂടെ ചേർത്തെടുക്കണം. നല്ലതുപോലെ ഇതിൽ ചേർത്തിടണം. അതിൽ കൂടെ നമുക്ക് ആവശ്യത്തിന് ശർക്കര ഇട്ട് കൊടുക്കണം. ശർക്കര ഇടുമ്പോഴാണ് അതിന് ഒരുപാട് മധുരം കിട്ടണത്. അപ്പോഴാണ് നമുക്ക് ഈത്തപ്പഴ അച്ചാർ തിന്നാനൊരു നമുക്കൊരു ടേസ്റ്റി ആയിട്ട് തോന്നണം. നല്ലതുപോലെ നമ്മൾ ശർക്കരയൊക്കെ അതിൽ ചേർത്തിട്ടുണ്ട്. പക്ഷെ നല്ലപോലെ ഇളക്കണം. പിന്നെ ഇനി അവസാനം ഇതിൽ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ വിനാഗിരി വീത്തുക എന്നതാണ്. വിനാഗിരി വീത്തുന്ന കുറേ നാളത്തേക്ക് നമുക്ക് ചീത്താവാതിരിക്കാൻ വേണ്ടിയാണ് വിനാഗിരി നമ്മൾ വീത്തുന്നത്. നമുക്ക് സൂക്ഷിക്കാൻ കണക്കിനായിട്ടാണ് വിനാഗിരി വീത്തുന്നത്. നല്ലതുപോലെ ഇളക്കി മറച്ച് കൊടുക്കണം. നല്ലതുപോലെ ഇപ്പം നമ്മളത് നല്ല തിളച്ച് വന്നിട്ടുണ്ട്. നമ്മളത് റെഡി ആയിട്ടുണ്ട്. സൂപ്പർ ടേസ്റ്റായിരുന്നു.